ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 30ഓളം ബദാം നേരെ ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ട്. ബദാം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടത് കൊണ്ട് നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടണം. ഇനി ഞാനിവിടെ ഒരു 8ഓളം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതും ഒരു 5-6 മിനിറ്റ് ഒന്ന് കുതിർത്തെടുക്കണം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ കുതിർന്ന് വീർത്ത് വന്നോളും. ഇനി നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത ബദാമിൻ്റെ സ്കിന്നൊന്ന് മാറ്റിയെടുക്കണം. നമ്മളൊരു അരമണിക്കൂർ മുമ്പ് തന്നെ കുതിർത്തെടുത്തതുകൊണ്ട് ഈസി ആയിട്ട് ഇതുപോലെ തന്നെ മാറ്റിയെടുക്കാം. അങ്ങനെ എല്ലാ ബദാമിൻ്റെയും സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ബദാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ കുതിർത്തെടുത്ത ഈന്തപ്പഴം ഒരു പാലോടുകൂടി തന്നെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1/2 ലിറ്റർ പാലിലാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബദാമും ഈന്തപ്പഴവും അതനുസരിച്ച് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിവിടെ അരച്ചെടുത്ത ബദാമും ഈന്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഒട്ടും കട്ടകളില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ പാല് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡ് പൗഡർ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി കസ്റ്റേർഡിൻ്റെ മിക്സ് ഒന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ അത്രയും സമയം കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം 2-3 ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോടെ തന്നെ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമേ കുതിർത്തെടുത്ത സബ്ജ സീഡ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് ബദാം കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പിന് ക്ഷീണമൊക്കെ മാറാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.